നമസ്കാരം. പ്രധാന വാർത്തകൾ. എക്സൈസ് സേനയിൽ 134 പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. 2949 നിയമനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടത്താൻ കഴിഞ്ഞതായും മന്ത്രി. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ഇക്കണോമിക് സർവേ ഇത് രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ചൂണ്ടിക്കാണിച്ചതായും എം.ബി. രാജേഷ്. തൃശൂർ മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസിന് BJP പിന്തുണ. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം മിൻ ടീച്ചറെ BJP അംഗങ്ങൾ പിന്തുണച്ചു. 2 കോൺഗ്രസ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ 4 BJP അംഗങ്ങൾ കോൺഗ്രസിന് പിന്തുണയായി. സംസ്ഥാന ബജറ്റിൽ ഷൊർണൂർ നിയോജക മണ്ഡലത്തിന് 10 കോടി, ഷൊർണൂർ കുളപ്പള്ളി റോഡിൽ ഡ്രൈനേജ് കൾവേർട്ട് എന്നിവ നിർമ്മിക്കുന്നതിനായി 2 കോടി, തുക നീക്കിവെക്കാത്ത 10 പ്രൊജക്ടുകൾ കൂടി സർക്കാർ പരിഗണനയിൽ. തകർച്ചാ ഭീഷണി നേരിടുന്ന കോട്ടായി പുളിനെല്ലി പാലത്തിന് 2 കോടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് സംഘടിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നും PSCയെ നോക്കുകുത്തിയാക്കുകയാണെന്നും ശബരിമല SIT അന്വേഷണം അട്ടിമറിച്ചെന്നും ആരോപിച്ചു. മുള്ളൂർക്കര വണ്ടിപ്പറമ്പ് മണ്ഡലംകുന്ന് സ്വദേശിനികളായ 3 സഹോദരിമാരുടെ കൂട്ട ആത്മഹത്യാശ്രമം. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച ഒരാൾ മരിച്ചു. മറ്റു 2 പേർ ഗുരുതരാവസ്ഥയിൽ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ. മുള്ളൂർക്കര ആറ്റൂരിൽ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. യുവാവിനെ വടിവാളുകൊണ്ട് വധിക്കാൻ ശ്രമിക്കുകയും വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്ത് ഒളിവിൽ കഴിയുകയായിരുന്ന കാപ്പ കേസിലും കൊലപാതക കേസിലും പ്രതിയായ യുവാവ് ചെറുതി പോലീസിന്റെ പിടിയിൽ. വാർത്തകൾ വിശദമായി. എക്സൈസ് സേനയിൽ 134 പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. 2949 നിയമനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടത്താൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ഇക്കണോമിക് സർവേ ഇത് രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ചൂണ്ടിക്കാണിച്ചെന്നും മന്ത്രി. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള എക്സൈസ് രാജ്യത്തിന്റെ മികച്ച സേനയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ഇക്കണോമിക് സർവേ രാജ്യത്തിന്റെ മാതൃകയെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇത് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കേന്ദ്ര ബജറ്റിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവമെന്നും തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ ഇതിന് മാറ്റമുണ്ടാകുമോ എന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം എക്സൈസ് സേനയിൽ 134 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 134 തസ്തികകൾ എക്സൈസ് സേനയെ നവീകരിക്കാനും ശാക്തീകരിക്കാനും ഈ സർക്കാരിൻ്റെയും തൊട്ട് മുമ്പിലുള്ള LDF സർക്കാരിൻ്റെയും കാലത്ത് നടന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ്. 2016 ശേഷം 2 LDF സർക്കാരുകളുടെയും കാലത്ത് എക്സൈസിൽ PSC വഴി നടന്നത് 2949 നിയമനങ്ങളാണ്. ആകെ 5600 പേരാണ് എക്സൈസ് സേനയിലുള്ളതെന്ന് ഓർക്കണം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ PSC വഴി 2949 നിയമനങ്ങൾ നടന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 507 തസ്തികകൾ സൃഷ്ടിക്കുകയുണ്ടായി. പിന്നീട് 246 സിവിൽ വനിതാ എക്സൈസ് ഓഫീസർമാരുടെ തസ്തിക സൃഷ്ടിച്ചു. ഇപ്പം 134 തസ്തികകൾ കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. പുതിയ വാഹനങ്ങൾ അനുവദിച്ചും അതുപോലെ സൈബർ വിങ്ങിനെ ശക്തിപ്പെടുത്തിയുമൊക്കെ ഈ ഗവൺമെന്റ് എക്സൈസിനെ നവീകരിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് ഈ നേട്ടത്തിന്റെ പിന്നിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ 134 തസ്തികകൾ കൂടി സൃഷ്ടിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തത്. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ദേശീയ മാതൃക എന്ന് പ്രശംസിച്ചതായി ദേശീയ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അതിദാരിദ്ര്യമുക്തമായി കേരളം പ്രഖ്യാപിച്ച ദിവസം പത്രസമ്മേളനം നടത്തി അധിക്ഷേപിച്ചത് ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ. BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേയിലാണ് ഇത് രാജ്യത്തിന് മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സമൂഹത്തെയാകെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തിയും അവർക്ക് ഭക്ഷണം, ആരോഗ്യം, അടിസ്ഥാന രേഖകൾ, വീട് എന്നിവ ലഭ്യമാക്കിയിട്ടുമുള്ള ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി
ഒരു ദേശീയ മാതൃകയാണ് എന്ന് എക്കണോമിക് സർവേ പ്രശംസിച്ചിരിക്കുകയാണ്. എന്താണ് രാജീവ് ചന്ദ്രശേഖറിന് പറയാനുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്ന വാദത്തിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതോ ഇങ്ങനൊരു ഒരു പ്രശംസയെ എക്കണോമിക് സർവേ നടത്തിയിട്ടില്ല എന്ന മട്ടിൽ കണ്ണടച്ച് കിടക്കാനാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇത് കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത പ്രവർത്തനത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത എല്ലാവർക്കുമുള്ള മറുപടിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിന് BJP പിന്തുണ. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം മിനി ടീച്ചറെയാണ് BJP അംഗങ്ങൾ പിന്തുണച്ചത്. 2 കോൺഗ്രസ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിട്ടുനിന്നപ്പോൾ 4 BJP അംഗങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയായിരുന്നു. 11 വോട്ടുകളുമായി LDFും UDFും തുല്യത പാലിച്ചതോടെ ടോസിലൂടെയാണ് മിനി ടീച്ചർ വിജയിച്ചത്. 2 കോൺഗ്രസ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ 4 BJP അംഗങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയായിരുന്നു. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം നിൽക്കുമെന്ന് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥിക്കും എനിക്കും 11 വോട്ടാണ് കിട്ടിയത്. ദൈവത്തിന്റെ ഒരു ഒപ്പുകൊണ്ടാണ് ഞാനിപ്പോൾ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ പാർട്ടിയിലാണ്. ഞാൻ പാർട്ടിക്ക് അനുസൃതമായിട്ട് ജീവിക്കുന്ന ആളാണ്. ഇന്നും പാർട്ടിക്കാരാണ്. ഞങ്ങളുടെ പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു ആ പാർട്ടിക്ക് അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതെന്നും അങ്ങനെ തന്നെയായിരുന്നു. നേരത്തെ BJP പിന്തുണയിൽ കോൺഗ്രസ് പ്രതിനിധികൾ ഭരണസമിതിയിലേക്ക് വിജയിച്ചത് വൻ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ KPCC നേതൃത്വം ഇടപെട്ടാണ് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജിവെച്ചതിനെ തുടർന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാന ബജറ്റിൽ ഷൊർണൂർ നിയോജക മണ്ഡലത്തിന് നേട്ടം. 12 പദ്ധതികൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഇതിനു പുറമെ ഇപ്പോൾ തുക നീക്കിവെക്കാത്ത ബജറ്റിൽ ഉൾപ്പെട്ട 10 പ്രൊജക്ടുകളുമുണ്ട്. ഷൊർണൂർ കുളപ്പള്ളി റോഡിൽ ഡ്രൈനേജ് കൾവേർട്ട് നിർമ്മാണത്തിന് ഇത്തവണ ബജറ്റിൽ 2 കോടി നീക്കിവെച്ചിട്ടുണ്ട്. ഷൊർണൂർ കുളപ്പള്ളി റോഡിന്റെ ഡ്രൈനേജ് കൾവേർട്ട് നിർമ്മാണത്തിന് 2 കോടി, വെള്ളിനേഴി കുണ്ടുള്ളിപ്പറമ്പ് മധുരമുറ്റം റോഡും തോട്ടുപാലവും നിർമ്മാണത്തിന് 1 കോടി, ചെർപ്പളശ്ശേരി നഗരസഭയിലെ ചെർപ്പളശ്ശേരി നഗരസഭാ ഗ്രൗണ്ട് നവീകരണം 2ാം ഘട്ടത്തിന് 1 കോടി, അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ കോതകുർശി ടൗൺ നവീകരണം 1 കോടി, തൃക്കടിയിലെ നായർപ്പടി മാങ്ങോട് റോഡ് നവീകരണം 2ാം ഘട്ടത്തിന് 1 കോടി, നെല്ലായ പഞ്ചായത്തിലെ മഞ്ചക്കൽ പുലാക്കാട് റോഡ് പൊമ്പിലായ റോഡ് എന്നീ റോഡുകളുടെ നവീകരണത്തിന് 1 കോടി, വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ഓപ്പൺ ഓഡിറ്റോറിയവും ഓപ്പൺ ജിമ്മും പൊതു പാർക്കിംഗ് കേന്ദ്രവും നിർമ്മാണത്തിന് 1 കോടിയും, ചളവര ഗ്രാമപഞ്ചായത്തിലെ കൈലിയാട് ടൗൺ നവീകരണത്തിന് 1 കോടിയും, ചെർപ്പളശ്ശേരി നഗരസഭയിലെ കച്ചേരിക്കുന്ന് നഗര നവീകരണവും കാറൽമണ്ണ കരുമാനാംകുറിശി റോഡ് നവീകരണത്തിനും 1 കോടി തുടങ്ങി 12 പദ്ധതികൾക്കായാണ് 10 കോടി ഇത്തവണത്തെ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഇപ്പോൾ തുക നീക്കിവയ്ക്കാത്ത ബജറ്റിൽ ഉൾപ്പെടുത്തിയ 10 പ്രോജക്റ്റുകളും വേറെയുമുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 10 വർഷമായി തകർച്ചാ ഭീഷണി നേരിടുന്ന കോട്ടായി പുളിനെല്ലി പാലത്തിന് സംസ്ഥാന ബജറ്റിൽ 2 കോടി. പാലത്തിന് 60 വർഷത്തെ പഴക്കമുണ്ട്. പാലം പുതുക്കി പണിയണമെന്നത് പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. പതിറ്റാണ്ടുകളായി തകർച്ചാ ഭീഷണി നേരിടുന്ന കോട്ടായി കുത്തന്നൂർ പഞ്ചായത്തുകളെ ബന്ധിക്കുന്ന പുളിനെല്ലി പാലം പുതുക്കി പണിയുന്നതിന് സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചിൽ നാട്ടുകാർക്ക് ആശ്വാസം. 60 വർഷം കാലപഴക്കമുള്ള പാലം തകർച്ചാ ഭീഷണിയായിട്ട് 10 വർഷമായി. 1965 ജൂൺ മാസം 22-ന് ഉദ്ഘാടനം ചെയ്ത പാലത്തിൻ്റെ നിർമ്മാണ ചെലവ് കേട്ടാൽ പുതുതലമുറ ആശ്ചര്യപ്പെടും. 3 സ്പാനുകളിലായി നിർമ്മിച്ച പാലത്തിന് ആകെ നിർമ്മാണ ചെലവ് വെറും 22,500 രൂപയാണ്. പാലക്കാട് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിന് കീഴിൽ നിർമ്മിച്ച പുളിനെല്ലി മേക്കാനംകുളം പാലം ഉദ്ഘാടനം ചെയ്ത് അന്നത്തെ കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഡയറക്ടറായിരുന്ന NES രാഘവാചാരിയാണ്. 4 ചക്രവാഹനത്തിന് കഷ്ടിച്ച് കടന്നുപോകാവുന്ന വീതി കുറഞ്ഞ പാലത്തിൻ്റെ കൈവരികൾ മാത്രമല്ല പാലത്തിൻ്റെ തൂണുകളും വിണ്ടുകീറി തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. പാലം അപകട ഭീഷണി എന്ന ബോർഡ് സ്ഥാപിച്ചിട്ട് 10 വർഷമായി. നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്ന പാലം പുനർനിർമ്മിക്കണമെന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പഴയകാല നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന പുളിനെല്ലിപ്പാലം പുതുക്കിപ്പണിയാൻ ഫണ്ട് അനുവദിച്ച ആഹ്ലാദത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നും PSCയെ നോക്കുകുത്തിയാക്കിയെന്നും ആരോപിച്ചും ശബരിമല SIT അന്വേഷണം അട്ടിമറിച്ചെന്നും ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്.
തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ധർണ നടന്നത്. ബാരിക്കേഡ് പ്രവർത്തകർ മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കര വണ്ടിപ്പറമ്പ് മണ്ഡലക്കുന്ന് സ്വദേശികളായ 3 സഹോദരിമാർ കൂട്ടാത്മഹത്യ ശ്രമം നടത്തി. ഒരാൾ മരിച്ചു. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച 75 വയസ്സുള്ള സരോജിനിയാണ് മരിച്ചത്. 83 വയസ്സുള്ള ദേവകിയും 80 വയസ്സുള്ള ജാനകിയും ഗുരുതരാവസ്ഥയിൽ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുള്ളൂർക്കര ആറ്റൂരിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ വയോധികനെ കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് മൃതദേഹം കണ്ടത്. ആറ്റൂർ വണ്ടിപ്പറമ്പിൽ 62 വയസ്സുള്ള ഉസ്മാനാണ് ട്രെയിൻ തട്ടി മരിച്ചതെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. യുവാവിനെ വടിവാള് കൊണ്ട് വധിക്കാൻ ശ്രമിക്കുകയും വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന കാപ്പ കേസിലും കൊലപാതക കേസിലും പ്രതിയായ യുവാവിനെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ചെറുതുരുത്തി പാളയംകാട്ട് വീട്ടിൽ 32 വയസ്സുള്ള റജീബാണ് പോലീസിന്റെ പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. കുന്നംകുളം ACP സന്തോഷിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒരാഴ്ച മുമ്പ് പയങ്കളം സ്വദേശിയായ ആഷിഖിനെ വടിവാള് കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഇദ്ദേഹത്തിന്റെ വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്ത കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. പ്രതി ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ഭാരതപ്പുഴയിലുണ്ട് എന്നറിഞ്ഞതിനെ തുടർന്നാണ് SI-മാരായ സതീഷ് കുമാർ, ജമാലുദ്ദീൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ, ലിജോ വാഴപ്പള്ളി, CPO-മാരായ ഹരികൃഷ്ണൻ, ഷമീം, പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ അതിസാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഡിജിറ്റൽ വീഡിയോ ഡോക്യുമെന്ററികൾക്കും ഹ്രസ്വ ചലച്ചിത്രങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സയൻസിന്റെ 18ാമത് എഡിഷൻ ഫെബ്രുവരി 6 മുതൽ 10 വരെ ഷൊർണൂരിലെ അനുരാഗ് സിനിമാസിൽ നടക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെയാണ് സംഘാടനമെന്ന് ചെയർമാൻ MR മുരളി, സയൻസ് സെക്രട്ടറി റിജി ദാമോദരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭരണകൂട ഭീകരതയെയും ഫ്യൂഡൽ വ്യവസ്ഥിതികളെയും തുറന്നു കാണിക്കുന്ന ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളുമാണ് ഫെസ്റ്റിവലിന്റെ പ്രത്യേകത. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ചലച്ചിത്രകാരന്മാരും സാങ്കേതിക പ്രവർത്തകരും നിരൂപകരുമാണ് പുരസ്കാരം നിർണ്ണയിക്കുന്നത്. മത്സര വിഭാഗത്തിൽ 14 ഡോക്യുമെന്ററികൾ, 17 ഹ്രസ്വചിത്രങ്ങൾ ഉൾപ്പെടുന്ന 100 ചിത്രങ്ങൾ മേളയുടെ ഭാഗമാകും. 5000 രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മികച്ച ഡോക്യുമെന്ററികൾക്കും ഹ്രസ്വചിത്രങ്ങൾക്കും ചെലവൂർ വേണു പുരസ്കാരം നൽകും. ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരുമായി സംവദിക്കാനുള്ള അവസരമുണ്ടാകുമെന്നും ഇരുവരും പറഞ്ഞു. പ്രഥമവും പ്രധാനപ്പെട്ടതുമായ മേളയാണ് സയൻസ് മേള. സയൻസ് മേളയുടെ 18ാമത് എഡിഷനാണ് നമ്മുടെ ജില്ലയിലെ ഷൊർണൂരിൽ വെച്ച് ഫെബ്രുവരി 6 മുതൽ 10 വരെയുള്ള തീയതികളിലായി നടക്കുന്നു. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസിന്റെ കേരള റീജിയനാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. മത്സര മത്സരേതര വിഭാഗത്തിലുമായി നിരവധി ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും ഈ മേളയിൽ പ്രദർശിപ്പിക്കപ്പെടും. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയരായിട്ടുള്ള ചലച്ചിത്രകാരന്മാരും വിദഗ്ധരും നിരൂപകരുമൊക്കെ അടങ്ങുന്ന ഒരു വിദഗ്ധ ടീമായിരിക്കും ഈ മേളയുടെ ജൂറിയായി പ്രവർത്തിക്കുക. വിശദാംശങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോൺ അബ്രഹാമിന്റെ പേരിലുള്ള പുരസ്കാരമാണ് ഈ മേളയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് പ്രധാനപ്പെട്ട തെരഞ്ഞെടുക്കപ്പെടുന്ന സമ്മാനാർഹമാകുന്നവർക്ക് നൽകുന്നത് ജോൺ അബ്രഹാമിന്റെ പേരിലുള്ള അവാർഡായി. കൺവീനർ രാജീവ് പള്ളത്ത്, എക്സിക്യൂട്ടീവ് അംഗം ജിതിൻ KC എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഹരിതകർമ്മസേനയെ വെല്ലുവിളിച്ച് പാതയോരത്ത് ലോഡ് കണക്കിന് മാലിന്യം. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ പറളി ചെക്ക് പോസ്റ്റിൽ നിന്നും മുണ്ടൂരിലേക്ക് പോകുന്ന റോഡ് തിരിയുന്ന ഭാഗത്താണ് പാതയുടെ ഇരുഭാഗത്തും മാലിന്യം തള്ളിയിട്ടുള്ളത്. ഫാസിസത്തിനെതിരെയും ഭരണകൂട ധിക്കാരത്തിനുമെതിരെ പോരാടാൻ വനിതകൾ രംഗത്തിറങ്ങണമെന്ന് KPCC ജനറൽ സെക്രട്ടറി KA തുളസി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തതിനെതിരെ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KA തുളസി. ഗാന്ധിസത്തെ ഇല്ലാതാക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നടപടിയുടെ ഭാഗമായാണ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയല്ലാതെ BJP സർക്കാരിന് അധികാരത്തിൽ വരാനാകില്ല. ഗാന്ധിജി ജീവിച്ചിരിക്കുന്നത് രാജ്യസേനകളിലാണ്. അതിനെ ഇല്ലാതാക്കാൻ ഒരു ശക്തിയും കഴിയില്ല. കോൺഗ്രസിനെ ഇല്ലാതാക്കാനായി കേരള സർക്കാരുകൾ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്.
ഇവർക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ മഹിളാ കോൺഗ്രസ് രംഗത്തിറങ്ങണമെന്നും കെ.എ. തുളസി പറഞ്ഞു. നമ്മുടെയൊക്കെ വോട്ടിന് ശക്തിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് BJP സർക്കാരിനെ ഇറക്കാൻ കഴിയാതിരുന്നത് വോട്ടിങ്ങിൽ എന്തൊക്കെ കൃത്രിമത്വം വോട്ടർ പട്ടികയിൽ അവർ നടത്തി എന്നുള്ളതിന്റെ ആ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം നമ്മുടെ നേതാവായിട്ടുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒന്നിലധികം പത്രസമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഒരു നിഷ്ക്രിയത്വവും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും വോട്ടർ പട്ടിക എങ്ങനെ ഏറ്റവും കൂടുതൽ കൃത്രിമത്വം നിറഞ്ഞ വോട്ടർ പട്ടികയാണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ തുറന്നു കാണിച്ചതാണ്. ബീഹാറിൽ ഇപ്പോൾ SIR നടപ്പിലാക്കി 65 ലക്ഷം പേർ പുറത്തുപോയി. അങ്ങനെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് വീണ്ടും അവിടെ നിതീഷ് കുമാറിന്റെ ഒപ്പം ഭരിക്കാനുള്ള സാഹചര്യം വന്നു. അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ SIRന്റെ വോട്ടർ പട്ടികയിൽ BLOമാർ വഴി പേര് ചേർക്കാനുള്ള അവസാനത്തെ ദിവസമാണ് ഇന്ന്. ഇനി നമ്മൾ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കണമെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സിലൂടെ നടന്നു പോകേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇവിടെ കൂടിയുള്ള മുഴുവൻ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും പറയാനുള്ളത്, പാലക്കാട് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ സേവ് മൺരേഗ സമരത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ശാന്ത ജയറാം, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കവിതാ മണികണ്ഠൻ, KV പുണ്യകുമാരി, PP പാഞ്ചാലി, ഫാത്തിമ അബ്ബാസ്, സൗജത്ത് തയ്യിൽ, U പ്രസന്ന, A രമ, K കോമളം, S ശൈലജ ശങ്കർ, അനൂപ് ജിയൻ, പ്രതിഭ ഹരിദാസ്, ഉഷ പാലാട്ട്, ഭാഗ്യലക്ഷ്മി, പ്രിയ പതിയിൽ, U പ്രസന്ന, KV അനിത, K ജയകുമാരി, AP ശാന്ത, M സുനിത, ശ്രീജ സനീഷ്, R തങ്കം, ബീന, ബിന്ദു സുരേഷ് കുമാർ, V വഹീദ, രാധാ ശിവദാസ്, P സുധ, K സറീന കൊട്ടായി, ഷീല മേരി, തങ്കഗോപാൽ, സുമതി ശശികുമാർ, സുഹറ ടീച്ചർ, സഫിയ തരൂർ, സജന ഇരുമിയൂർ എന്നിവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻകാല പദ്ധതികളുടെ പേര് മാറ്റി അവതരിപ്പിച്ചാൽ സംഘപരിവാറിന് രാജ്യത്ത് സ്വീകാര്യത കിട്ടില്ലെന്ന് നാഷണൽ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം നൌഫിയ നസീർ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിയതിൽ പ്രതിഷേധിച്ച് പാലക്കാട് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നൌഫിയ നസീർ. ഒന്നാമതായി ഈ രാജ്യത്തിന്റെ അതിരുകളിൽ നിന്ന്, അടയാളങ്ങളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്ന്, ചുവരുകളിൽ നിന്ന് ഈ രാജ്യത്തിന്റെ മഹാത്മാവിനെ മായ്ച്ചു കളയാനുള്ള മൂഢവും നിന്ദ്യവും നീചവുമായ ശ്രമം കഴിഞ്ഞ 10 വർഷമായി നടന്നു വരികയാണ്. ബദലെന്ത് സാധിക്കുന്നു എന്നത് വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അക്രമത്തിന്റെ, ഹിംസയുടെ, അനീതിയുടെ, തിന്മയുടെ എല്ലാ അടയാളങ്ങളും ഈ രാജ്യത്ത് സ്ഥാപിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ, സഹിഷ്ണുതയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അഹിംസയുടെ സകല അടയാളങ്ങളും എടുത്തു മാറ്റപ്പെടുന്നു എന്നതാണ് അടിസ്ഥാനപരമായി ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാകാനുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഗാന്ധി ഒരു വ്യക്തിയല്ല, ഗാന്ധി ഒരു സന്ദേശമാണ്, ഗാന്ധി ഒരു ആശയമാണ്. ആ സന്ദേശത്തിന്റെയും ആ ആശയത്തിന്റെയും അടിത്തറയിൽ രൂപപ്പെടുത്തിക്കൊണ്ടുവന്നതാണ് ഈ രാജ്യമെന്ന് മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം നടത്തിയ പ്രതിഷേധ യോഗം നൌഫിയ നസീർ ഉദ്ഘാടനം ചെയ്തു. VBG റാം ജി പദ്ധതിയുടെ രേഖകൾ കത്തിച്ചുകൊണ്ടായിരുന്നു നാഷണൽ ജനതാദളിന്റെ പ്രതിഷേധം. ഗാന്ധിജിയുടെ പേര് മാറ്റിയതും പദ്ധതി രീതികൾ മാറ്റിയതും തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണമുള്ള പദ്ധതി തൊഴിലെടുക്കുന്നവർക്ക് ഏറെ ആശ്വാസകരമാണ്. വ്യവസായികളുടെ കോടികൾ എഴുതിത്തള്ളുന്ന സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ച് ജനദ്രോഹമാണെന്നും നൌഫിയ നസീർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് M സുഗതൻ അധ്യക്ഷത വഹിച്ചു. ഹംസ ചമ്മാനം, A വിൻസെന്റ്, KJ നൈനാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിൽ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 18,70,82,000 രൂപയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ STVയോട് പറഞ്ഞു. വാർഡ് സഭകൾ വികസന സെമിനാർ ചേർന്നതിന് ശേഷം പദ്ധതി അംഗീകാരത്തിനായി സമർപ്പിക്കും. ഷൊർണൂർ നഗരസഭയിൽ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് വെള്ളിയാഴ്ച രാവിലെ നഗരസഭാ ഹാളിൽ ചേർന്നത്. ചെയർപേഴ്സൺ P നിർമ്മല യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ VK അനുരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, ADS ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തുടർന്ന് അംഗങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്ത് നടപ്പാക്കേണ്ട പദ്ധതികൾ ക്രോഡീകരിച്ച ശേഷം അധികൃതർക്ക് മുൻപാകെ സമർപ്പിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 18,70,82,000 രൂപയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് യോഗത്തിനു ശേഷം ചെയർപേഴ്സൺ P നിർമ്മല STVയോട് പറഞ്ഞു. കൃഷി, പാർപ്പിടം, പട്ടികജാതി വികസനം, കുടിവെള്ളം, പൊതുമരാമത്ത്, ദാരിദ്ര്യ ലഘൂകരണം,
അങ്ങനെ എല്ലാ മേഖലയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുക. വാർഡ് സഭകൾ ചേർന്ന് പിന്നീട് വികസന സെമിനാർ കഴിഞ്ഞതിന് പിന്നാലെ പദ്ധതി അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്നും ചെയർപേഴ്സൺ STVയോട് പറഞ്ഞു. പദ്ധതി 18,70,82,082 രൂപയുടെ പദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൽ കൃഷി, പാർപ്പിടം, പട്ടികജാതി വികസനം, പൊതുഭരണം, പൊതുമരാമത്ത്, കുടിവെള്ളം, വിദ്യാഭ്യാസം, വികസനം, ദാരിദ്ര്യ ലഘൂകരണം, ഈ വക എല്ലാ മേഖലയെയും കൂടി ബന്ധിച്ചുകൊണ്ടിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ വാർഡ് സഭകൾ ചേരേണ്ടതുണ്ട്. വികസന സെമിനാറും കഴിഞ്ഞതിന് ശേഷം പദ്ധതി അംഗീകാരത്തിനായി സമർപ്പിക്കുന്നതാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയർത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. തെരഞ്ഞെടുപ്പ് ആരവം ഉയരും മുൻപേ മണ്ഡലത്തിൽ ചുമരെഴുത്തു തുടങ്ങി. ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. 3 മുന്നണികളും സർവ്വശക്തിയുമെടുത്ത് പോരാടുന്ന മണ്ഡലത്തിൽ ജനഹിതം കൂടെ നിൽക്കുന്നത് UDF-നൊപ്പമാണ്. UDF സീറ്റ് ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവാനാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ തീരുമാനം. വലിയപാടം കാരങ്ങാട് പറമ്പ് പ്രദേശത്താണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി UDF സ്ഥാനാർത്ഥിക്കായി ചുമരെഴുത്ത് നടത്തിയത്. മഹാത്മജിയുടെ രക്തസാക്ഷി ദിനത്തിൽ തന്നെ ചുമരെഴുത്ത് നടത്തിയതിന് പിന്നിലും ലക്ഷ്യങ്ങൾ പലതാണ്. LDF 3-ാം സ്ഥാനത്തും BJP 2-ാം സ്ഥാനത്തും വരുന്ന പാലക്കാട് മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്നത് തീപാറുന്ന പോരാട്ടമാണെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ചുമരെഴുത്ത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷിന്റെ ബൂത്ത് കൂടിയാണ് വലിയപാടം കാരങ്ങാട് പറമ്പ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, ട്രഷറർ ഹരിദാസ് മച്ചികൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച ഇടതുപക്ഷ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ സ്റ്റാൻഡുകളെ ആധുനിക രീതിയിലുള്ള സ്മാർട്ട് മൈക്രോ ഹബ്ബുകളാക്കി മാറ്റുന്നതിന് 20 കോടി രൂപയും ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്നവർക്ക് 2% പലിശയിളവും 40,000 രൂപ സ്ക്രാപ്പേജ് ബോണസും പ്രഖ്യാപിച്ചതും സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ്. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കായി പുതിയ ആരോഗ്യ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയത് സർക്കാർ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നതിന്റെ തെളിവാണെന്നും ചിഞ്ചു ജോസ് പറഞ്ഞു. കേരളത്തിലെ അനധികൃതമായിട്ടുള്ളത് 5000-ഓളം ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളാണ്. അതായത് വിവിധ പഞ്ചായത്തുകൾ, നഗരസഭകള് അനുമതി കൊടുക്കാത്ത 5000-ഓളം ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുണ്ട്. ആ തൊഴിലിടയ്ക്ക് പണിയെടുക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ആ തൊഴിലാളികൾക്ക് ഒന്ന് വിശ്രമിക്കാൻ അത്യാവശ്യ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത രീതിയിലേക്ക് തൊഴിലിടങ്ങൾ മാറുന്നു. പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തൊഴിലിടങ്ങൾ മാറുമ്പോൾ ആ തൊഴിലിടങ്ങളിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിലനിൽക്കുന്നത്. 20 കോടി രൂപയാണ് മൈക്രോ ഹബ്ബ് സ്റ്റാൻഡുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി. യൂണിയൻ ട്രഷറർ അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജയ്സൺ പള്ളാഴി, ശശിധരൻ, TP രാധാകൃഷ്ണൻ, സക്കീർ ഒലവക്കോട്, മെഹരാജ്, പ്രഭാകരൻ, രമേശ് ഉതുങ്ങാട്, അയ്യപ്പൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളത്ത് ഒരുങ്ങുന്ന ഫുട്ബോൾ ടർഫ് ഫെബ്രുവരി അവസാനത്തോടെ നാടിന് സമർപ്പിക്കും. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ടർഫിലെത്തി നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. ടർഫിൽ മാറ്റ് വിരിക്കുന്ന പ്രവൃത്തിയും പെയിന്റിംഗും ഓപ്പൺ ജിംനേഷ്യത്തിന്റെ മെഷീനറി ഫിറ്റിംഗുമാണ് ഇനി നടക്കാനുള്ളത്. ഗ്രൗണ്ടിന്റെ 90% പ്രവൃത്തിയും ഗാലറിയും ലൈറ്റ് ഫിറ്റിംഗും നടപ്പാതയും തുടങ്ങി പ്രവൃത്തികൾ പൂർത്തിയായി. ഫെൻസിംഗ്, ടർഫിംഗ് ചുറ്റുമുള്ള ഇന്റർലോക്ക് വിരിക്കുന്ന പ്രവൃത്തിയും പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ 4,32 ലക്ഷം രൂപ ചെലവ് വിനിയോഗിച്ചാണ് ഫുട്ബോൾ ടർഫ് നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ മേൽനോട്ടത്തിനായി പഞ്ചായത്തിന് കൈമാറും. കാണികൾക്ക് കളി ആസ്വദിക്കുന്നതിനായി വിശാലമായ ഗാലറിയും കെട്ടിടവും കളിക്കാർക്ക് വിശ്രമിക്കാൻ 1500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള പ്രത്യേക മുറി, ടോയ്ലറ്റ് എന്നിവയും തയ്യാറാക്കിയിട്ടുണ്ട്. ടർഫിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. ഫെബ്രുവരിയിൽ ടർഫ് നാടിന് സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ, വൈസ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ എന്നിവർ പറഞ്ഞു. ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്. ഫെബ്രുവരി അവസാനത്തോടു കൂടി നമ്മൾ ഈ ടർഫ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. ഈ ടർഫ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാണിയംകുളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് മാറ്റാൻ കഴിയുന്നത്. ഇതിന്റെ അന്തിമഘട്ടത്തിലാണ്. അപ്പം അന്തിമഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ എയുടെയും AXയുടെയും നേതൃത്വത്തിൽ നമ്മൾ സന്ദർശിച്ചിട്ടുള്ളത്. ഈ മാസം അവസാനം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിയും എന്ന വിശ്വാസത്തിലാണ്. അതിൻ്റെ പണികൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇത് വരുന്നതോടുകൂടി നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കായിക പ്രേമികൾക്ക് ഒരു ആവേശവും അതുപോലെ തന്നെ കായിക പ്രവർത്തനങ്ങൾക്ക് ഊർജവും നമ്മുടെ വാണിയംകുളം പഞ്ചായത്തിൽ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്.
പഞ്ചായത്തിൻ്റെ ഒരേക്കർ സ്ഥലത്താണ് വിശാലമായ കളിസ്ഥലം ഒരുങ്ങുന്നത്. പി മമ്മിക്കുട്ടി MLAയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇടപെടലിനെ തുടർന്നാണ് പദ്ധതി വേഗതയിൽ പൂർത്തിയാക്കുന്നത്. പ്രദേശവാസികളുടെ കായിക വിനോദത്തിന് ഫുട്ബോൾ ടർഫ് ഉപകാരപ്രദമാകും. കായിക താരങ്ങൾക്ക് കളിച്ചു വളരാനും ടർഫിൻ്റെ പ്രവർത്തനത്തോടെ സാധ്യമാകും. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NM അബ്ദുൽ സലാം, M ലക്ഷ്മി, A സംഗീത, പഞ്ചായത്ത് അംഗങ്ങളായ A ദിലീപ്, M വിജീഷ്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ BL അശ്വതി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS ഷമീർ, KP സുധീർ, P സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ടർഫ് സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, വാണിയംകുളം. ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് സമീപം നഗരസഭയുടെ അധീനതയിലുള്ള ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഹോട്ടലിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകിയതിനെതിരെ പരാതിയുമായി കൗൺസിലർ EP നന്ദകുമാർ രംഗത്തെത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ മലിനജലം ഒഴുകിയതിനെ തുടർന്ന് നഗരസഭ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ജനകീയ സമരം നടത്തുമെന്നും കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള കൊച്ചിൻ പാലത്തിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ടേക്ക് എ ബ്രേക്കിൽ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ ഹോട്ടലിൽ നിന്ന് മലിനജലം പുറത്തേക്ക് വരുന്നുണ്ട്. വളരെ വൃത്തിഹീനമായ അവസ്ഥയിലെ ആ പ്രദേശത്തെ ചെന്നെത്തിച്ചിരിക്കുന്നു. ഇത് ഇവിടുത്തെ നഗരസഭാ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടി എടുത്തിട്ടില്ലെങ്കിൽ ജനകീയമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. ഇവിടെ സാധാരണക്കാരന് കിട്ടുന്ന തട്ടുകടകളിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ഷീറ്റ് ഇറക്കിയാൽ ഉടനടി നോട്ടീസുകൾ നൽകുന്ന നഗരസഭയുടെ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ വളരെ മോശം അവസ്ഥയിൽ ആ പ്രദേശം ചെന്നെത്തിച്ചിട്ട് പോലും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്തത് അതിൽ വളരെയധികം ദുരൂഹതയുണ്ടെന്നും കൂടി ആരോപിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുളപ്പുള്ളി കോൺഗ്രസ് ഓഫീസിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC സെക്രട്ടറി K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കുളപ്പള്ളി ഓഫീസിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത്. DC സെക്രട്ടറി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ആദ്യമായി പറയുവാനുള്ളത്, അതോടൊപ്പം തന്നെ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞ മഹാത്മജി ഇന്നും നമ്മുടെ മനസ്സുകളിൽ ഇന്നും ആരാധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു. ഇന്ന് മാത്രമല്ല എന്നും എല്ലാ നാളുകളിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവും. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുമെന്ന് കൂടി വെച്ചുകൊണ്ട് ഈ രക്തസാക്ഷിത്വത്തിനെത്തിയ ഏവർക്കും കൂടി എല്ലാ വിധത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് നിത്യശാന്തി നേരത്തേക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ അധ്യക്ഷനായി. DC സെക്രട്ടറി TY ഷിഹാബുദ്ദീൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, P ശിവദാസ്, അജിത് കുമാർ, EA ഗീത, സരോജിനി, സുബൈദ, അബൂബക്കർ, രവീന്ദ്രൻ, അലി, സുരേഷ് കുമാർ, ബാബു, സുജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാടനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി അനുസ്മരണ സമ്മേളനവും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ സംഗമവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് P രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AC ശ്രീനിവാസൻ, VK ഇമ്പിച്ചിമണി, TP രാജീവൻ, TK നാരായണൻ, PM ബ്രിജേഷ്, PM അബ്ദുൾ നിസാർ, M സലീം, യൂസഫ്, അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. NCPS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ വിഭജിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മഹാത്മാഗാന്ധി. പക്ഷേ ഗാന്ധിജി ഈ വിഭജനത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപങ്ങളെല്ലാം ഒരു ഏകാംഗ പട്ടാളത്ത് പോയി സമാധാനം സംരക്ഷിക്കുന്നതിനൊക്കെ അദ്ദേഹം ഇന്ത്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷം നടത്തുമ്പോഴും മഹാത്മാഗാന്ധി ഈ പ്രദേശങ്ങളിലൊക്കെ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാത്മാഗാന്ധിക്ക് അവസാനം ലഭിച്ചത് വർഗീയവാദികളിൽ നിന്ന് അദ്ദേഹം മരണപ്പെടാനിടയായ സാഹചര്യം അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ഇന്നും മഹാത്മാഗാന്ധിയുടെ സ്മരണ ലോകമെമ്പാടും നിലനിൽക്കുമ്പോൾ നിർഭാഗ്യം എന്ന് പറയട്ടെ, അന്ന് ഗാന്ധിയുടെ മരണത്തിന് ഉത്തരവാദികളായ അതിനൊരു പക്ഷേ അന്നത്തെ കൂടാലോചന പങ്കാളികളായവരൊക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്ന സത്യമാണ്. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം A രാമസ്വാമി, മോഹൻ ഐസക്, NM സൈഫുദ്ദീൻ കിച്ലു, KP അബ്ദുൾ-റഹ്മാൻ, R ബാലസുബ്രഹ്മണ്യൻ, കബീർ വണ്ണക്കര, V മരുതൻ, ജനാർദ്ദനൻ കരിങ്കരപ്പള്ളി, ജഗദീഷ് പിരിയാരി, E രാജീവ്, C മരുതൻ, KC ഷൺമുഖദാസ് എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുളപ്പള്ളി അല്ലമീൻ ലോ കോളേജിൽ വിദ്യാർത്ഥികൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കോളേജിലെ NSS യൂണിറ്റ്, കേരളീയ വിദ്യാലയം, ആയുർവേദ ആശുപത്രി, ഷൊർണൂർ ജനമൈത്രി പോലീസ് എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. ആയുർവേദ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഡോക്ടർ സിത്താര നിർവഹിച്ചു. ഒരു മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളും കൂടി ഉണ്ട്. വേറെ എന്താ പറയുക, ഹെവി മെറ്റൽസ് ഉണ്ട്, അതൊക്കെ ഇതുണ്ട്. അത് കഴിച്ചാൽ ചിലപ്പോൾ ലിവർ കേടാവും. അതുകൊണ്ട് കഴിക്കണ്ട. വലിയ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഓക്കെ. അങ്ങനെയുള്ള പല ഗോസിപ്പിംഗ് ഇതിനെ പറ്റി നടക്കുന്നുണ്ട്. ആയുർവേദത്തിന് ട്രസ്റ്റ് കുറഞ്ഞു വരില്ല. അത് മറ്റുള്ളവരുടെ ബിസിനസ്സിന് തന്ത്രമായിരിക്കില്ലല്ലോ. നമുക്കത് അറിയില്ല. റിയാലിറ്റി എന്താണെന്നുള്ളത് ആൾക്കാർക്ക് അറിയിപ്പിക്കുക എന്നുള്ളത് ആ പ്രൊഫഷനിലുള്ളവർ തന്നെ ചെയ്താലേ നടക്കുള്ളൂ. ചടങ്ങിൽ അഡ്വക്കേറ്റ് അഖില വഹാബ്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത, ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ സിത്താരയുടെ നേതൃത്വത്തിൽ ക്യാമ്പിൽ പങ്കെടുത്തവരെ പരിശോധന നടത്തി. ആവശ്യമായവർക്ക് മരുന്ന് വിതരണം ഉണ്ടായിരുന്നു. കോളേജിലെ NSS യൂണിറ്റിന്റെയും കേരളീയ വിദ്യാലയം ആയുർവേദ ആശുപത്രിയുടെയും ഷൊർണൂർ ജനമൈത്രി പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റുലി. പൊതുവെ എല്ലാ മേഖലകൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച ജനകീയ ബജറ്റാണ് കേരള സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിയിലേക്ക്. അല്ല, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് എന്ന ഇപ്രാവശ്യത്തെ അവസാനത്തെ ബഡ്ജറ്റ് എന്നതിൽ തികച്ചും കാര്യക്ഷമമായ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ ഏതെല്ലാം രീതിയിൽ പ്രതിഫലിക്കുമെന്ന് പ്രവർത്തനം കണ്ടതിന് ശേഷമേ പറയാം. സ്വാഭാവികമായും അതെല്ലാം പ്രാവർത്തികമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. എക്സൈസ് സേനയിൽ 134 പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. 2949 നിയമനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടത്താൻ കഴിഞ്ഞതായും മന്ത്രി. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ഇക്കണോമിക് സർവേ ഇത് രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ചൂണ്ടിക്കാണിച്ചതായും MB രാജേഷ്. തൃശൂർ മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസിന് BJP പിന്തുണ. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം മിനി ടീച്ചറെ BJP അംഗങ്ങൾ പിന്തുണച്ചു. 2 കോൺഗ്രസ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ 4 BJP അംഗങ്ങൾ കോൺഗ്രസിന് പിന്തുണയായി. സംസ്ഥാന ബജറ്റിൽ ഷൊർണൂർ നിയോജക മണ്ഡലത്തിന് 10 കോടി. ഷൊർണൂർ കുളപ്പള്ളി റോഡിൽ ഡ്രൈനേജ്, കൾവേർട്ട് എന്നിവ നിർമ്മിക്കുന്നതിനായി 2 കോടി. തുക നീക്കിവെക്കാത്ത 10 പ്രൊജക്ടുകൾ കൂടി സർക്കാർ പരിഗണനയിൽ. തകർച്ചാ ഭീഷണി നേരിടുന്ന കോട്ടായി പുളിനെല്ലി പാലത്തിന് 2 കോടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് സംഘടിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നും PSCയെ നോക്കുകുത്തിയാക്കുകയാണെന്നും ശബരിമല SIT അന്വേഷണം അട്ടിമറിച്ചെന്നും ആരോപിച്ചു. മുള്ളൂർക്കര വണ്ടിപ്പറമ്പ് മണ്ഡലംകുന്ന് സ്വദേശിനികളായ 3 സഹോദരിമാരുടെ കൂട്ട ആത്മഹത്യാശ്രമം. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച ഒരാൾ മരിച്ചു. മറ്റു 2 പേർ ഗുരുതരാവസ്ഥയിൽ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ. മുള്ളൂർക്കര ആറ്റൂരിൽ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. യുവാവിനെ വടിവാളുകൊണ്ട് വധിക്കാൻ ശ്രമിക്കുകയും വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്ത് ഒളിവിൽ കഴിയുകയായിരുന്ന കാപ്പ കേസിലും കൊലപാതക കേസിലും പ്രതിയായ യുവാവ് ചെറുതി പോലീസിന്റെ പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.